ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് വെച്ചാൽ സോയാബീൻ കറി. എൻ്റെ മോനെ ഭയങ്കര കോമഡി ആയിരിക്കും ഗൈസ്, ഇന്ന് ഭയങ്കര കോമഡി ആയിരിക്കും. എനിക്ക് സോയാബീൻ ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല. എന്നും ഡെയിലി ഞാൻ ഇപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നറിയാവോ? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. അവിടെ ആണെങ്കിൽ പന്നൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്, ഒറ്റയ്ക്ക് തിന്നുന്നു, ഒറ്റയ്ക്ക് ഉറങ്ങുന്നു, ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നു, ഒറ്റയ്ക്ക് ഒരു സ്ഥാപനം തന്നെ എൻ്റെ തലയിലാക്കി വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഓണേഴ്സ്. എന്തോ ചെയ്യാനാ ഗൈസ്. ഞാൻ ഇടയ്ക്കൊക്കെ ഡെയിലി ഞാൻ കഴിക്കുന്ന പറഞ്ഞാൽ ചോറും മുട്ട പൊരിച്ചത്, പിന്നെ എന്തോ ഉള്ളിക്കകത്ത് കുറച്ച് ഓയിലും മുളക് പൊടി ഇട്ടിട്ട് കുഴച്ചിട്ടടിക്കും. അതാണ് എൻ്റെ പരിപാടി. നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്ക് അറിയത്തില്ലടാ ഗൈസ്. നമ്മളിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഗെയിമിങ് ആയിട്ട് പോകുന്ന എൻ്റെ ചാനലായിരുന്നു, നിങ്ങൾക്കറിയാമല്ലേ. ഞാൻ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചത് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി ഗെയിംസ്. ഗെയിം ഞാൻ വിട്ട്, ഇനി ഞാൻ ഗെയിമിലോട്ട് തിരിച്ച് വരും. അത് എന്തായാലും സമയം കിട്ടുമ്പോൾ ഞാൻ വരും കേട്ടോ. ഇതാണ് എൻ്റെ ബ്ലൂ പ്രിൻറ്റ്. ഓക്കെ, ഇതൊക്കെ ഞാൻ അടിച്ചും പറ്റി തൊടുന്ന പറയുമ്പോൾ യൂട്യൂബിൽ എത്ര സോയാബീൻ കറി ഉണ്ട്. അത് ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ അത് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, അതിൻ്റെ ഒറ്റ ബ്ലൂ പ്രിൻ്റ് എടുത്ത് ഇതാണ് സംഭവം. ഈസി ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ബ്ലൂ പ്രിന്റ്. നമ്മൾ ഫസ്റ്റ് എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, ഈസി ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കില്ലെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കണം. നമ്മൾ ചുമ്മാ എന്തിനാ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. സോയാബീൻ ആദ്യം എന്ത് ചെയ്യുക, ചൂടുവെള്ളത്തിടുക, അല്ലെങ്കിൽ കുക്ക് ചെയ്ത് പുഴുങ്ങിയെടുത്തിട്ട് പിഴിയുക. നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അവിടെ മാറ്റി വെക്കുക, അത്ര തന്നെ. എന്നിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണം. യെല്ലോ പൗഡർ, അത് മഞ്ഞപ്പൊടി, റെഡ് എന്ന് പറഞ്ഞാൽ മുളക് പൊടി, പിന്നെ ഫിന്നൽ പൗഡർ, അതെന്താ എന്നെല്ലാം മറന്നുപോയല്ലേ. അതുമാതിരി പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാന്ന് തോന്നുന്നു. പിന്നെ ചിക്കൻ മസാല, ജി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കാർഡ് ആഡ് ചെയ്യുക, പിന്നെ സോൾട്ട് ആഡ് ചെയ്യുക, പിന്നെ ലൈം ജ്യൂസ്, നാരങ്ങാനീര്, പിന്നെ റെസ്റ്റ് ചെയ്യുക. കുറച്ച് നേരം റെസ്റ്റിന് വെക്കുക. അതെല്ലാം മിക്സ് ആക്കുക. അതുണ്ടാവും മിക്സ് ആക്കുന്നത്. ഇത്ര സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് നമ്മുടെ സോയാബീനകത്ത് ഇതെല്ലാം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 30 മിനിറ്റ് ചുമ്മാ വെയിറ്റിന് വെക്കുക, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒന്ന് റെസ്റ്റ് ചെയ്തോട്ടെ. എന്തിനാണ് ഞാൻ 30 മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് വിശന്നിരിക്കുക. ചിലപ്പോൾ ഞാൻ ചത്തുപോയില്ല എൻ്റെ ഇടയ്ക്ക്. ഒന്നാമത് ഇന്ന് ഈ സാമാനം ഒന്ന് പൊളിഞ്ഞു പോയാൽ ഞാൻ ഒന്ന് പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതെന്താണ്, ഇത് ഫ്രൈ ചെയ്യുക. ആദ്യം ഓയിൽ എടുക്കുക, എൻ്റെ കൂടെ ഗരം മസാല ഇടുക, ഒനിയൻ ഇടുക, പിന്നെ കുറച്ച് ടൊമാറ്റോ കിരീരാന്ന് അരിഞ്ഞിട്ടിടുക, കുനുകുനാന്ന്, പിന്നെ കുറച്ച് നമ്മുടെ മിക്സ് ആഡ് ചെയ്യുക. അത്ര തന്നെ. ലാസ്റ്റ് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുക. എത്ര ഉള്ള സംഭവം. ഓക്കെ, നമുക്കത് ചെയ്യാൻ പോകാം. ഓക്കെ, നമ്മുടെ കിച്ചണിലോട്ട് പോകാം. ഞാൻ ഈ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ബിഗ് ബാസ്ക്കറ്റിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാമാനം ഇപ്പം വരും. അപ്പം നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാം. ഓക്കെ ബ്രോ, എന്നാൽ ഇന്ന് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളൂ. ഇത് കഴിച്ചില്ലെങ്കിൽ ഞാൻ പട്ടിണിയുടെ ചാവും കേട്ടോ. അല്ലെങ്കിൽ പഴയതുപോലെ മുട്ട എടുത്ത് വറുത്ത് പൊരിക്കേണ്ടി വരും. ഇത് നമ്മുടെ കിച്ചൺ. ഓക്കെ, അങ്ങനെയുണ്ട്. ഒരുമാതിരി ആക്രിക്കട പോലെ ഉണ്ടല്ലേ, അത് നിങ്ങൾ പേടിക്കണ്ട. അടുത്തിരിക്കുന്ന പെരിഞ്ചീരകം. എനിക്കിത് പൊടിയാക്കണം. ഓക്കെ, ഞാൻ ഇതിലിട്ടാണ് പൊടിക്കുന്നത്, കാരണം മിക്സിയിലിടാൻ പറ്റത്തില്ല. മിക്സിയിലാണെങ്കിൽ എൻ്റെ ഈ ബ്ലേഡ് താഴാണ്, ഏറ്റവും താഴെ അടിയിലേ ഇരിക്കത്തുള്ളൂ. ഇത് പൊടിയാൻ ചാൻസ് കുറവാണ്. അത് ഇതിനകത്ത് ഞാൻ പൊടിക്കുകയാണ്. നമ്മുടെ സോയാബീൻ ഞാനാണെങ്കിൽ ചൂടുവെള്ളത്തിട്ട് അല്ലെങ്കിൽ പുഴുങ്ങിയിട്ട് ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുള്ളൂ നല്ല രീതിയിൽ. ഓക്കെ, ഇനി ഇവിടെ ഞാൻ നമ്മുടെ സാധനം അപ്പോൾ ഇത് പൊടിയുന്നില്ല. അപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് വറുത്തിട്ടാണ് പൊടിക്കേണ്ടത്. ഞാൻ വറക്കാൻ പോവുകയാണ്. ഹലോ ഗൈസ്, ഞാനാണെങ്കിൽ പെരിഞ്ചീരൊക്കെ ഇവിടെ വെച്ചു വറക്കാൻ വെച്ചിട്ട് ഞാൻ താഴെ ഇറങ്ങിപ്പോയി. ബിഗ് ബാസ്ക്കറ്റിൽ എണ്ണം വന്നപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോന്നോരോന്ന് ചോദിച്ച് എനിക്ക് ഹിന്ദി അറിയത്തില്ല. പിന്നെ അങ്ങനെ നാട്ടിലത്തെ കാര്യം എവിടെയാണെന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഇവിടെ വന്നപ്പോൾ മൊത്തം കരിഞ്ഞ് പുകഞ്ഞിരിക്കുന്നു. അപ്പം ആപ്പാടെ കുറച്ച് പെരിഞ്ചീരകം ഉള്ളായിരുന്നു, അത് മൊത്തം വേസ്റ്റായിപ്പോയി. പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്, അത് വെച്ച് ട്രൈ ചെയ്യാൻ തരും. ആ കരിഞ്ഞെടുത്ത് കളഞ്ഞു. അപ്പോൾ എന്നാൽ ഇതിൻ്റെ ലാസ്റ്റ് സോയാബീൻ കറി. ഇനി ഞാൻ സോയാബീൻ ഉണ്ടാക്കത്തില്ല മൈരി. ഇത് ഇഷ്ടപ്പെട്ട മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അതായിട്ട് ഞാനത് ട്രൈ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഞാനിത് പൊടിച്ചുകൊണ്ടിരിക്കുക ഉണ്ടോ. ഇപ്പോൾ അത് പൊടിയുന്നുണ്ട്. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, എക്സ്പീരിയൻസ്. ആദ്യം പൊടിച്ചപ്പോൾ പൊടിയുന്നില്ല. ഇപ്പം നോക്കിയാൽ നല്ല രീതിയിൽ പൊടിയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? വറക്കണം കൈസ്, വറക്കാൻ പഠിക്കണം. അപ്പോൾ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ. ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെയാണ് ജിഞ്ചർ ഗാർലിക്, പിന്നെ നമ്മുടെ ടൊമാറ്റോ എല്ലാം നമ്മളോട്
കുരുവിനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് രണ്ട് പേസ്റ്റ് ആക്കണം. ഓക്കെ, അത് മിക്സ് റെഡിയാണ്. ഇത് ഞാൻ മിക്സിയിലോട്ട് ഇടുകയാണ്. ഓക്കെ, ഒന്ന് പേസ്റ്റ് ആക്കണം. ബിസ്ക്കറ്റിന് ഇത്ര സാധനം മേടിച്ചത്. തക്കാളി, ഒനിയൻ, ഇങ്ങനെയില്ല, തക്കാളി, ജിഞ്ചർ മാത്രം വെച്ച്. കാർഡ് ഞാൻ അന്വേഷിച്ചു, കാർഡ് നമുക്ക് കിട്ടിയില്ല. എന്തെന്ന് വെച്ചാൽ കാർഡിൻ്റെ സ്റ്റോക്ക് ഇല്ല. ഓക്കെ, ബാക്കി ഒരു സ്റ്റിങ് മേടിച്ചായിരുന്നു, പിന്നെ ഒരു മുട്ട മേടിച്ചായിരുന്നു. ബിഗ് ബാസ്ക്കറ്റിൻ്റെ കാര്യം പറയണമെങ്കിൽ ഗൈസ്, നിങ്ങൾ ഒരു കാര്യം കാണണം. ഇത് കണ്ടോ, വേസ്റ്റ് ഇടുന്ന പാക്കറ്റ് വരെ ബിഗ് ബാസ്ക്കറ്റിൻ്റെ കവറ്. പിന്നെ ഇത് മൊത്തം കണ്ടോ, ഇവിടെ എൻ്റെ ജീവിതം മൊത്തം ബിഗ് ബാസ്ക്കറ്റാണ് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഞാൻ വെളിയിൽ പോകത്തില്ല, മൊത്തം ഡെലിവറി, അതാണ് സംഭവം. ഓക്കെ, ഇപ്പം നമുക്ക് സംഭവങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ട്രൈ ചെയ്യാം. സോയാബീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ സോയാബീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി. ഓക്കെ, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് കൂടിപ്പോയെന്ന് തോന്നുന്നു, സോറി, കുറച്ച് കൂടിപ്പോയി ഗൈസ്, കുറച്ച് കൂടിപ്പോയി, ക്ഷമിക്കുക. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഇറങ്ങി വാടേ, ഇത് ഇറങ്ങി വരുന്നില്ല. കാശ്മീരി മുളക് പൊടി എന്നൊരു കാശ്മീരി മുളക് പൊടി തണുത്ത് പോയെന്ന് തോന്നുന്നു. നമുക്ക് വേറെ മുളക് പൊടി എടുക്കാം. ഓക്കെ, കുറച്ച് കാശ്മീരി മുളക് പൊടി. പിന്നെന്തുവാ, നമ്മുടെ മറ്റേ പൊടിച്ച സാധനം, ഇത് പെരിഞ്ചീരകം വറുത്തിട്ട് പൊടിച്ചത്. ഓക്കെ, അത് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇതിങ്ങനെ എടുത്ത് തട്ടിയാൽ പോരാ, എന്തിനാ ചുമ്മാ ഷോ കാണിക്കുന്നത്. ഓക്കെ, ഇനി എൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഓക്കെ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. കേർഡ് നമുക്ക് കിട്ടിയിട്ടില്ല, കേർഡ് സ്റ്റോക്കില്ലായിരുന്നു ഇതിനകത്ത്. എന്താ, ബിഗ് ബാസ്ക്കറ്റിൽ നമുക്ക് കേർഡിൻ്റെ സ്റ്റോക്ക് കിട്ടിയിട്ടില്ല, അപ്പോൾ നമ്മൾ കേർഡ് ഇടുന്നില്ല കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിരിക്കുന്നു. പിന്നെ കുറച്ച് ഉപ്പ്. ഓക്കെ, കുറച്ച് ഉപ്പ് മതി, ഉപ്പ് കൂടിപ്പോയാൽ എനിക്കിഷ്ടമല്ല. ഓക്കെ, പിന്നെ നമുക്ക് അതിൻ്റെ മേളിൽ കൂടെ കുറച്ച് ലെമൺ ജ്യൂസ് നമ്മൾ നന്നായിട്ട് ഇടുക. മുളക് പൊടി കുറച്ച് കുറഞ്ഞു പോയതാ, കൂട്ടാം. ഓക്കെ, ഇതെല്ലാം കൂടെ ഇട്ടിരുന്ന് ഇളക്കുക, മിക്സ് ആക്കുക, പേസ്റ്റ് ആക്കുക. ഒരു കാര്യം മറന്നുപോയി, നമ്മൾ ഒരു കാര്യം മാത്രം ഇട്ടില്ല, അതാണ് ചിക്കൻ മസാല. ചിക്കൻ മസാല ഞാൻ അവിടെ എടുത്ത് വെച്ചത്, ഞാൻ അത് ഇടാതെ, ഇത് ഇപ്പം ഇട്ടാലും മതി, ഇട്ടിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കുന്നേ ഉള്ളൂ, ഞാൻ മറന്നുപോയി. പിന്നെ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കാം. ഓക്കെ, ഒരു മോനെ നല്ല ചിക്കൻ കറിയുടെ മണം വരുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല ഇട്ടാൽ പിന്നെ ചിക്കൻ കറിയുടെ മണമല്ല, പിന്നെ എന്ത് മണമാണ് വരുന്നത്. അപ്പോൾ നമ്മളത് മൊത്തം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്ക് 30 മിനിറ്റ് വെയിറ്റ് ആക്കണം. ഓക്കെ, ആ സമയം കൊണ്ട് നമുക്ക് വേറെ പരിപാടി ചെയ്യാം. വേറൊരു കാര്യം പറയണമെങ്കിൽ എല്ലാം കോമഡി ആട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ കുക്ക് ചെയ്യുന്നവരെ എത്ര മണിക്കാന്ന് അറിയുമോ? 10 ഇപ്പോൾ സമയമാണെങ്കിൽ 11:30 ഈ സമയത്തൊക്കെ എല്ലാവരും ഉറങ്ങാൻ പോകുന്ന സമയത്താണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. എന്തോ പറയാനാണ് ഗൈസ്, ഞാനങ്ങനെയാണ് ഗൈസ്. നമുക്ക് വിശക്കുമ്പോഴേലും നമുക്ക് കഴിക്കാൻ പറ്റുമോ? പിന്നെ മറ്റുള്ളവന്മാരും ചെയ്യും, നമുക്ക് വിശന്നാൽ പിന്നെ കഴിക്കേണ്ട. അമ്മ ഫുഡ് വാങ്ങിച്ചു തരുമോ? ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു തരുമോ? പിന്നെ അല്ല, എന്തായാലും 30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം പറയുന്നത്. എന്തായാലും നമ്മൾ 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ വിശന്ന് ചത്തു പോകുമല്ലോ, ചിലപ്പോൾ ചത്തു അറിയാൻ പറ്റത്തില്ലല്ലോ. എന്താര് കഴിക്കുമ്പോൾ ചത്തു പോയി കഴിഞ്ഞാൽ അടുത്ത പരിപാടി ചെയ്യാം. ഓയിലൊക്കെ ഇട്ട് പരിപാടി. പാൻ വെച്ചിട്ടുണ്ട്, ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ആദ്യമായിട്ടല്ല, അപ്പോൾ നമ്മൾ ഓയിൽ നമുക്ക് അറിയത്തില്ല, കറക്റ്റ് അളവൊന്നും അറിയില്ല. നമ്മളൊരു ഏറെക്കുറെ ഒരു ഓയിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, ഒരുപാടൊന്നും ആഡ് ചെയ്യുന്നില്ല, ഒരു ഏറെക്കുറെ. ഓക്കെ, ആണെങ്കിൽ കുറച്ചുകൂടെ ഏറെക്കുറെ നമുക്ക് ആഡ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിൽ നമ്മൾ ഒരുപാട് വേസ്റ്റ് ആക്കത്തില്ല, കാരണം നമുക്ക് ഇതൊക്കെ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ മുട്ട ഇറക്കാനോ ഓയിലില്ല മേരി. പൈസ ഏറെക്കുറെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. പക്ഷേ മേരി കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇതൊക്കെ മതി. നമുക്കിന്നത് എന്തോ ആഡ് ചെയ്യണ്ടേ? നമ്മുടെ ഒനിയൻ. ഓക്കെ, ഒനിയൻ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യുകയാണ്. അയ്യോ, ഒനിയൻ അല്ലല്ലോ ആഡ് ചെയ്യേണ്ടത്, ഫസ്റ്റിൽ നമുക്ക് ഗരം മസാലയാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഗരം മസാല എടുത്ത് 2 ഗ്രാമ്പു 2 കറുവപ്പട്ടയൊക്കെ എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിനകത്ത് ഇടാം. നല്ല സൗണ്ട്. ഓക്കെ, തിളയ്ക്കുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഒനിയൻ ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്, ഒനിയൻ ആഡ് ചെയ്യാം. ഓക്കെ, ഒനിയൻ ആഡ് ചെയ്തിരിക്കുന്നു ഗൈസ്. പിന്നെ നമ്മളെന്താ ചെയ്യുക, ഒന്ന് വഴറ്റി കൊടുക്കുക. ഓക്കെ,
നന്നായിട്ട് വഴറ്റുന്നുണ്ട് ഞാൻ. അത് മല്ലിപ്പൊടി ഇടും. എനിക്ക് മല്ലിപ്പൊടി ഭയങ്കര ഇഷ്ടമാണ്. മല്ലിപ്പൊടിയുടെ ഒരു ഗന്ധമുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ മല്ലിപ്പൊടി കുറച്ച് ആഡ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഒന്നും വിചാരിക്കും മല്ലിപ്പൊടി എന്നത് പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ ആഡ് ചെയ്യും. കാരണം ഈ മല്ലിപ്പൊടി ഭയങ്കര ഇഷ്ടമാണ്. മല്ലിപ്പൊടിയുടെ മൂളിപ്പാട്ടുണ്ട്. ഈ പാട്ടൊക്കെ വിശന്നിരിക്കുമ്പോൾ ഒരു ക്യാമ്പ് പിടിക്കുന്ന കേട്ടോ. ഇത് സക്സസ് ആയ കൊള്ളാം. നമ്മുടെ ടൊമാറ്റോ ഓക്കെ, ടൊമാറ്റോ ആഡ് ചെയ്യിക്കാം. എല്ലാം നല്ലതായിട്ട് പൊയ്ക്കൊണ്ടാണ് ഇരിക്കുന്നത്, ഒരു കുഴപ്പമില്ല ഗൈസ്. എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സോയാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ലിസ്റ്റ് കിട്ടിയപ്പോണ്ട് പിന്നെ നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്ത് ഇനി നമ്മൾ ആഡ് സോയ മിക്സ് ചെയ്ത സാധനം നടി തന്നെ. ലാസ്റ്റ് വെള്ളം ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ സംഭവം. സോയ ഇത് സാധനം ആഡ് ചെയ്യാം. 30 മിനിറ്റ് ഒന്നും ആയില്ല, ഒരു 10-18 മിനിറ്റ് അത്ര തന്നെ. കുറച്ചുകൂടെ വേസ്റ്റ് ആകരുത്, അല്ല ചിലപ്പോൾ നമുക്ക് നാളത്തേക്ക് ആവശ്യം വന്നാലോ. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ സാധനം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഇതെല്ലാം കൂടെ കഴിക്കാൻ പറ്റുമോ അതെടുത്ത് കളയാൻ പറ്റുമോ ഒന്നും അറിയാൻ പറ്റത്തില്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അതിനൊന്ന് കുറച്ച് തീ കൂട്ടിയിടാം, പിടിക്കട്ടെ, നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. നല്ല ചെറുതായിട്ട് മീഡിയം ഇടാം, ഒരു മീഡിയം. ഓക്കെ, പിടിക്കട്ടെ. സ്റ്റിങ് എനിക്ക് പണ്ട് പോലെ ഇഷ്ടം. ഈ പബ്ജിയിലൊക്കെ വരുന്ന BGMI വരുന്നതിൻ്റെ മുമ്പ് എനിക്ക് സ്റ്റിങ് ഇഷ്ടമാണ്. കാരണം സ്റ്റിങ് ഒക്കെ വലിയ മാർക്കറ്റ് പിടിച്ച് കിടക്കുമെന്ന് ഞാൻ മുൻകൂട്ടി ഗസ് ചെയ്തതാണ്. അത് എൻ്റെ കൂടെ പബ്ജി കളിക്കുന്ന ഒരുത്തിൻ്റെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേസ്. ഞാൻ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. ഓക്കെ, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നവനാണ് വേണ്ടത്. നമ്മൾ ഒരു സ്വാമിമാരെ പോലെ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും സത്യമായിട്ടുണ്ട്. നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ, എന്നെക്കുറിച്ച് ഫോളോ ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഞാൻ ആരാണ് എന്താണ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക പല രീതിയിൽ. അപ്പോൾ ഏറെക്കുറെ ഇളക്കി എൻ്റെ മസാലയൊക്കെ നന്നായി പിടിച്ചെന്ന് തോന്നുന്നു. ഇനി കുറച്ച് വെള്ളമോടെ ഒഴിച്ചിട്ട് അടച്ചു വെക്കാൻ പോവാണ്. പരിപാടി റെഡി ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, വെള്ളം ഒഴിക്കാൻ പോകണം. സംഭവം എങ്ങനെയാണെന്ന് ഓക്കെ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ കഴിക്കേണ്ടി വരും. ശേഷം വെള്ളം എല്ലാം വറ്റിക്കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഇത് ഓഫാക്കുകയാണ്. എനിക്ക് കുറച്ച് ചാറിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് മൊത്തം ഞാൻ ഊറ്റി കളയുന്നില്ല, എനിക്ക് കുറച്ച് ചാറ് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ റൈസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഫുഡ് കഴിക്കാൻ പോകാം. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇത് റൈസിനെ ഇങ്ങനെ റെഡായിട്ടിരിക്കുന്നത് കാരണം ഞാനത് റൈസ് ഉണ്ടാക്കുന്ന നേരത്ത് ഞാനിത് ബീട്രൂട്ടോട് അരിഞ്ഞിട്ടിട്ടാണ് ചോറ് പ്രഷർ കുക്കറിൽ വെക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളർ റൈസിന്. ഓക്കെ, പിന്നെ നമ്മുടെ സോയാബീൻ കറി നമുക്ക് കഴിച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഓക്കെ, നമ്മളാദ്യമേ കറിയാണ് എടുക്കുന്നത്. ഓക്കെ, മനുഷ്യരാ നല്ലതായിരിക്കണേ എൻ്റെ മോനെ, ദൈവമേ നല്ല കറി കഴിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കൂ, എന്നാലേ എനിക്ക് കഴിക്കാൻ പറ്റൂ. ഈ ഫുള്ളും കഴിക്കണമെന്നുണ്ട്, നല്ല വിശപ്പുണ്ട് ഗൈസ്. ഓക്കെ, കഴിക്കാം. ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. ആദ്യമായിട്ടാണ് ഇത് കറി ഉണ്ടാക്കുന്നത്. വീട്ടിൽ അമ്മ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ്. നിങ്ങളത് മനസ്സിലാക്കുക ഗൈസ്. എനിക്കിഷ്ടപ്പെട്ടു. ഇതിൻ്റെ വീഡിയോ യൂട്യൂബ് ഇട്ട ഒരു ഏതൊരാളാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. പുള്ളിയോട് ഞാൻ ഭയങ്കര താങ്ക്സ് പറയുന്നു. കുഴപ്പമില്ല, ചവച്ചരച്ച ലാസ്റ്റ് കഴിക്കാൻ നേരത്തെ എന്തോ ഇതുണ്ട്, വേറെ കുഴപ്പമൊന്നും. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ തീർന്നു കേട്ടോ. ഇത് എന്താ വെച്ചാൽ ഞാൻ ഒരു കുക്കിങ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തതാണ്. അത് ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ മൊത്തം ഫാസ്റ്റായിട്ടുള്ള ഫുഡാണ് കഴിക്കാറ്. കറിയാണെങ്കിലും എന്താണെങ്കിലും ഞാൻ വേഗം എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാറ്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത്. ഓക്കെ, അതുമാത്രമല്ല ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൊണ്ട്, ഒറ്റയ്ക്കുള്ള ജീവിതം അങ്ങനെ പോകുന്നത് കൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഒറ്റയ്ക്ക് ജീവിക്കുന്നത്, ഒറ്റയ്ക്ക് നിൽക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ആരും നമ്മളെ ഭരിക്കാൻ പറ്റത്തില്ല. ആരും നമ്മുടെ ഒരു രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വന്നപ്പോൾ ഒരു ചെയ്ത വീഡിയോ ആണിത്. ഓക്കെ, എല്ലാവർക്കും ബോറടിച്ചെന്നൊക്കെ അറിയാം.
പിന്നെ ഈ ബിഗ് ബാസ്ക്കറ്റിൽ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ വെച്ചാൽ അയാളാണ് നമ്മുടെ പെരുജീരകം നശിച്ചു പോകുന്നത്. അതുമാത്രമല്ല ഞാൻ താഴെ നിന്നപ്പോൾ എന്നെക്കുറിച്ച് ഓരോന്നൊക്കെ ചോദിക്കുക. നീ ഇവിടെ പഠിക്കാൻ വന്നതാണോ, നീ ഞാൻ ഏത് കൺട്രിയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇതേപോലെ കേരളമാണ്, അങ്ങനെയാണ്, മലയാളം അറിയത്തില്ല, അല്ല ഹിന്ദി അറിയത്തില്ല അല്ലേ, അങ്ങനെയൊക്കെ ചോദിച്ച്. പിന്നെ ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ എന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്യുന്നവർ ചോദിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മെയിനായിട്ട് എൻ്റെ ഒരു തിങ്കിങ് ലെവൽ വെച്ച് ഞാൻ നോക്കുമ്പോൾ മെയിനായിട്ടൊരു കാര്യമുണ്ട്. ഇപ്പോൾ മോദിജിയും പാകിസ്ഥാനുമായിട്ട് കുറച്ച് സീനല്ലേ. അപ്പോൾ ഓരോ പാകിസ്ഥാനികളും അങ്ങനെ മുസ്ലിങ്ങളും ഈ നാട്ടിൽ ഇവിടെ ഹിന്ദുക്കാർ ഭയങ്കര കൂടുതലാണ് ഈ മഹാരാഷ്ട്രയിൽ. അതുകൊണ്ട് നമ്മളായിട്ട് എന്താ വെച്ചാൽ നാട് കടത്തണം അങ്ങനെ ഒരു രീതിയിൽ ഇവിടെ കാണുന്ന എല്ലാവരെയും അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ഞാൻ റേറ്റിംഗ് ഒരുപാട് ഞാൻ വിചാരിച്ച് പുള്ളീനെ ഒന്നും എന്താ പറയുക, പുള്ളി നല്ലതല്ല, പുള്ളിയുടെ ബിഹേവിയർ നല്ലതല്ല, അങ്ങനെയൊക്കെ ഞാൻ കമൻറ്റ് ചെയ്യണം വിചാരിച്ചു. പിന്നെ ഞാൻ ഒന്നും ഇട്ടില്ല. എനിക്ക് തോന്നി എന്തിനാ ചുമ്മാ അടി ഉണ്ടാക്കുന്ന വല്ലന്മാർ, അവൻ വന്നിട്ട് അവനീ കമൻറ്റ് ഇട്ടിട്ട് വന്നിട്ട് എന്നെ എടുത്തിട്ട് ഇടിച്ചാലോ. എന്നെ കൊണ്ട് വയ്യ ഗൈസ്, എന്നെ മറ്റുള്ളവന്മാർ അടികളോ. ഞാൻ സമാധാനത്തോടെ ജീവിക്കുക.